എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. വാവ്, ഇന്നത്തെ എപ്പിസോഡ് ഒരു രക്ഷയില്ല. ഇന്ന് വൈകുന്നേരം നിങ്ങൾ കാണാൻ പോകുന്ന എപ്പിസോഡ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അറിയാമല്ലോ, ഹോട്ട്സ്റ്റാറിൽ രാത്രി 12 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യും. അടുത്ത ദിവസം രാത്രി 10 മണിയാകുമ്പോഴേക്കും ഏഷ്യാനെറ്റിൽ വരും. എൻ്റെ പൊന്നു മക്കളെ, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജഡ്ജസിൻ്റെ ദേഷ്യം അണ പൊട്ടി ഒഴുകി തുടങ്ങി പറയാം. അമ്മാതിരി കിട്ടില്ലെന്നായിരുന്നു. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും, എത്ര പേർക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. അവസാനിക്കാത്ത എപ്പിസോഡ്, അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അതായത് സാധാരണ എല്ലാ ദിവസവും എപ്പിസോഡ് അവസാനിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ടാസ്ക് പൂർത്തിയാക്കി അതിൻ്റെ മത്സര വിജയെ പറഞ്ഞ് വേഴ്സ് പ്ലെയറിനൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഏത് എപ്പിസോഡും കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ജഡ്ജസ് വാക്കൗട്ട് നടത്തിയ എപ്പിസോഡ് ഇഷ്ടപ്പെടാത്തവർ വലിച്ചെറിഞ്ഞിട്ട് പോയി. പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്ന് ഈ ദിവസം 13ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ജഡ്ജസിൻ്റെ എപ്പിസോഡായിരുന്നു എന്ന് പറയാം. കണ്ടസ്റ്റൻസ് ഒന്നും അല്ല താക്കളൻ, നീയൊക്കെ വേണേയും കളിച്ചാൽ മതി എന്ന ലെവലിലേക്ക് അവർ ഇറങ്ങിപ്പോയി ഇന്നത്തെ ദിവസം. ഇന്നലെ തിരുവോണമായിരുന്നു. തിരുവോണത്തിൻ്റെ എപ്പിസോഡ് വളരെ സന്തോഷകരമായ എപ്പിസോഡാണെങ്കിൽ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് കണ്ടത്. ഈ എപ്പിസോഡ് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ. ഇനി അങ്ങോട്ട് എന്താവും എന്നറിയില്ല. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ബാക്കിയായിരിക്കും നാളെ വരുന്നത്. കാരണം ഇന്ന് തീർക്കാതെ പോയതിൻ്റെയൊക്കെ നാളെ തീർത്തിട്ടായിരിക്കും അവർ ഷോ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തുടക്കത്തിൽ തന്നെ ഹൈലൈറ്റ്സ് ആണ് കാണിക്കുന്നത്. റനീഷ വരുന്നു, കണ്ടസ്റ്റൻസിനെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് ഹൈലൈറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇന്നെന്താ നടക്കാൻ പോകുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കാരണം ജഡ്ജസിന് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുന്നുണ്ട്, ജഡ്ജസ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പീക്ക് ലെവലായിരുന്നു ഇന്ന് സംഭവിച്ചത്. പ്രമോയിൽ കാണുന്നൊന്നും അല്ല. റനീഷ വരുന്നു, കണ്ടസ്റ്റൻസ് വരുന്നു, അത് കഴിഞ്ഞ് ജഡ്ജസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ജഡ്ജസ് വരുമ്പോൾ തന്നെ റിയാസിൻ്റെ ഒക്കെ ഫേസിലൊരു ദേഷ്യഭാവമാണ്. അതെപ്പോൾ ഷൂട്ട് ചെയ്തെന്ന് അറിയത്തില്ല, പക്ഷേ 3 ജഡ്ജസിൻ്റെയും ഫേസിലുണ്ടായിരുന്ന ഒരു ഇവരോട് എന്തോ ദേഷ്യം വെച്ചിരിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ നേരത്തെ ഇവരെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചുണ്ടായ ഒരു പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അവർ 3 പേരും ദേഷ്യത്തിലായിരുന്നു തുടങ്ങിയത്. എൻറ്റയർ എപ്പിസോഡും അവർക്ക് ഒരു ചിരി വളരെ കുറവായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. മറ്റു ദിവസങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ചിരി വളരെ കുറവുള്ള എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അതിനുശേഷം റിയാസും അഖിലും അതുപോലെ രഞ്ജിനി ഹരിദാസും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് സാധാരണ പറയുന്ന പോലെ തന്നെ ആ ഒരു ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ വാമപ്പ് ടാസ്ക്. ഇന്നത്തെ 2 ടാസ്കും തമ്മിൽ ബന്ധമുള്ള ടാസ്കുകളായിരുന്നു. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് വാമപ്പ് ടാസ്ക് ആയിരുന്നു. അത് കണ്ടസ്റ്റൻസിൽ ഒരാളെ വിളിക്കുന്നു, ബാക്കിയുള്ള 11 പേരിൽ 12 പേരാണല്ലോ ഇപ്പോൾ ഉള്ളത്. 40 പേരിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ 12 പേരിൽ നിൽക്കുന്നു. 3 ദിവസമായിട്ട് ഈ 12 നിൽക്കുകയാണ്, എലിമിനേഷൻ ഇല്ലാണ്ട് വെക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഇടവിട്ട് എലിമിനേഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ 3 ദിവസമായിട്ട് എലിമിനേഷൻ ഇല്ല. ഇന്നലെ ഓണം പ്രമാണിച്ച്, പിന്നെ ഞാൻ 12 പേരായതിൻ്റെ ദിവസം പ്രമാണിച്ചിട്ട് ഇന്നും എലിമിനേഷനിൽ ഇന്ന് എപ്പിസോഡേ വൈൻഡപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഒരാളെ വിളിക്കും, ആ ഒരാൾ ബാക്കി 11 പേരിൽ നിന്ന് അയാൾക്ക് വിശ്വാസമുള്ളയാളെയും വിശ്വാസമില്ലാത്തയാളെയും കണ്ടെത്തണം. ഇതാണ് ആദ്യത്തെ വാമപ്പ് ടാസ്ക്. അതിനുവേണ്ടി ഇവരത് കണ്ടെത്തിയതിന് ശേഷം ആ 2 പേരെയും അടുത്തേക്ക് വിളിക്കുന്നു. ദെൻ അവർക്ക് ഇഷ്ടമുള്ളയാൾക്ക് റോസിൻ്റെ ഒരു ബാഡ്ജ് കൊടുക്കുന്നു, ഇഷ്ടമില്ലാത്തയാൾക്ക് കത്തി വെച്ചുള്ള ബാഡ്ജ് കൊടുക്കുന്നു, കത്തി പ്രിൻ്റ് ചെയ്ത ബാഡ്ജ് കൊടുക്കുന്നു. ആദ്യം വന്നത് അഫ്യാനാസ് ആയിരുന്നു. ഓക്കെ, അഫ്യാനാസ് വന്നിട്ട് ശ്യാമിനെയും രാകേഷിനെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എന്താ ഒരു റീസൺ പറയണം. അഫ്യാനാസ് പറയണ്ട, എനിക്കിവിടെ ആരെയും വിശ്വാസമില്ല, പക്ഷേ 0.5% ഞാൻ ശ്യാമിനെ വിശ്വസിക്കുന്നു. അപ്പോൾ റിയാസ് ചോദിക്കേണ്ടത് എന്താണ് ടാസ്ക്? നിങ്ങൾക്ക് വിശ്വാസമുള്ളയാളെയും വിശ്വാസമില്ലാത്തയാളെയും, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെയും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം അത് പറഞ്ഞില്ല? അപ്പോൾ അവർ പറഞ്ഞു എനിക്കാരും വിശ്വാസമില്ല, പിന്നെ ടാസ്കിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ആദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? മറുപടിയില്ല. രാകേഷിനെ സംബന്ധിച്ച് അവർ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ. ഇവരെ ആദ്യത്തെ എപ്പിസോഡുകളിൽ രാകേഷ് മറ്റേ മട്ടാഞ്ചേരിയിലുള്ള അല്ലെങ്കിൽ കൊച്ചിക്കാരെല്ലാം ഈ പറയുന്ന ഷോർട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഷോർട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് രാകേഷ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഫ്യാനസിനെ കുറിച്ച്. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ടാണ് രാകേഷിനെ വിശ്വാസമില്ലാത്തത് എന്നാണ് അഫ്യാനസ് പറഞ്ഞത്. രണ്ടാമത് വന്നത് ശ്യാമായിരുന്നു. ശ്യാം പിന്നെ ഓഫ് കോഴ്സ് പൂജയെ വിളിക്കത്തുള്ളൂ, കാരണം ശ്യാമിൻ്റെ ഒരു പെറ്റ് പൂജയും പൂജയുടെ പെറ്റ് ശ്യാമുമാണ്. അപ്പോൾ ശ്യാം പൂജേനെ വിളിച്ചു വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ, ശിവനെ വിളിച്ചു വിശ്വാസമില്ലാത്തവരുടെ കൂട്ടത്തിൽ. അതിന് ശ്യാമിൻ്റെ ആയിട്ടുള്ള കാരണങ്ങളും ഞാൻ എല്ലാ കാരണങ്ങളൊന്നും പറഞ്ഞ് സമയം വെറുതെ കളയുന്നില്ല. നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് അവർ പറയുന്നുള്ളത്. ചില ആൾക്കാരുടെ മാത്രം ഞാൻ പറഞ്ഞു പോകും, എനിക്ക് ഓർമ്മയുള്ളത് മാത്രം. ശിവനെ വിളിച്ചു. അത് കഴിഞ്ഞ് പൂജ വന്നിട്ട് നേരെ തിരിച്ച് വിശ്വാസമുള്ളത് ശ്യാം, വിശ്വാസമില്ലാത്തത് ഷിബിന വന്നിട്ട് ഷാമോനെയാണ് വിശ്വാസം ഉള്ളവരുടെ കൂട്ടത്തിൽ വിളിച്ചത്, ടാഷിയാണ് വിശ്വാസം ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ വിളിച്ചത്. ഓക്കെ, ദെൻ ടാഷി വന്നിട്ട് അഫ്യാനാസിനെയാണ് വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചത്, ഷാമോനെയാണ് വിശ്വാസമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചത്. ഷാമോൻ വന്നിട്ട് ഷിജുലാലിനെയാണ് വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചത്. ഷാമോനും ഷിജുലാലും ആണ് ഇന്നത്തെ ഗെയിം നശിപ്പിച്ചത്. ഓക്കെ, അവരുടെ ഗെയിം കളിക്കാൻ നോക്കി, പക്ഷെ അത് ബിഗ് ബോസിന് വേണ്ട ഗെയിം ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് പോകെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഷാമോനും
ഷിജുലാലും ഇവർ ഈ ഗെയിം മനസ്സിലാക്കിയത് നേരെ തിരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ 2 ടാസ്കുകൾ ചെയ്തതിൽ നിന്ന് ഇവർ പറഞ്ഞു എനിക്ക് വിശ്വാസമുള്ളത് ഷിജുലാലാണെന്ന് പറയുന്നു. അതുമായിട്ട് കണക്റ്റഡ് ആണ് അവരുടെ അടുത്ത ടാസ്ക് അവർ ചെയ്തത്. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത ഷാമോന് അഫ്യാനാസിനെയാണ്. ഷിജുലാൽ നേരെ തിരിച്ച് വിശ്വാസമുള്ളത് ഷാമോൻ, വിശ്വാസമില്ലാത്തത് ടാഷി. സോന വന്നിട്ട് ഷിജുലാലിനെയാണ് വിശ്വാസമുള്ളതെന്ന് പറയുന്നു, ഷിബിനെയാണ് വിശ്വാസമില്ലാത്തതെന്ന് പറയുന്നു. അതിനകത്ത് സോന പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷിജുലാൽ എന്തും നമുക്ക് വിശ്വസിച്ച് പറയാം, ആള് അങ്ങനെ ചതിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പിന്നെ വേറെ ആരും എനിക്ക് വിശ്വാസമില്ല, മൊത്തത്തിൽ ആരും വിശ്വാസമില്ല, പിന്നെ കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഷിജുലാലിനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അങ്ങനെയാണ്, അവിടെ ഒരാളെയും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. 7 സീസൺ കണ്ടതെന്ന് മനസ്സിലായ കാര്യമാണ്. ഒരാൾക്കും ഒരാളെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഷോ അല്ല. ഏത് നിമിഷവും ചതിക്കപ്പെടാം, ഏത് നിമിഷവും നമ്മൾ മുന്നിൽ വാരിക്കുഴി കുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും പുറകിൽ നിൽക്കുന്ന ആൾ തള്ളി അതിനകത്തിടാം. അതാണ് ബിഗ് ബോസ് ഷോ. അപ്പോൾ സോന വന്നിട്ട് ഷിജുലാൽ വിശ്വാസമുള്ളത് ഷിബിനെ വിശ്വാസമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. അത് ഒരു ഏജ് വെച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ഫീൽ വന്നു. ഒരു എന്താ പറയുക, 21 വയസ്സാണ് ഷിബിനയ്ക്ക്, എന്നിട്ട് എന്തിനാണ് ലൊലീറ്റയുടെ ഏജിനെ വെച്ച് സോന പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായി. ഇവരെല്ലാ ആൾക്കാരും തമ്മിൽ അങ്ങോട്ട് തർക്കം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷിജിൻ വന്നിട്ട് ലൊലീറ്റയെ പറയുന്നുണ്ട് വിശ്വാസമുള്ളത്, വിശ്വാസമില്ലാത്തത് രാകേഷിനെ പറയുന്നുണ്ട്. ലൊലീറ്റ വന്നിട്ട് ഷിബിനെ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, ശ്യാമിനെ വിശ്വാസമില്ലെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് സോന നീ ബോഡി എന്നൊക്കെ പറയുന്നുണ്ട്, ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. കാരണം ഒരു ഷോയാണ്, അവിടെ അടി പൊടി വാടി എന്തുവാണോ അറിയില്ല. ലൊലീറ്റ വന്നിട്ട് ഷിബിനെ പറയുന്നുണ്ട് വിശ്വാസമുള്ളത്, ഷാമിനെ വിശ്വാസമില്ലെന്ന് പറയുന്നു. ദെൻ എൽദോ വന്നിട്ട് ഷിജിനെയും ഷാമോനെയാണ് പറയുന്നത്. ഷിജിൻ വിശ്വാസമുള്ളത്, ഷാമോൻ വിശ്വാസമില്ലാത്തത്. ഏറ്റവും അവസാനം രാകേഷ് വന്നിട്ട് ഷാമോനെ വിശ്വാസമുള്ളതെന്നും ഷ്യാമിനെ വിശ്വാസമില്ലാത്തവരുടെ കൂട്ടത്തിൽ പറഞ്ഞു. ഈ ടാസ്ക് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമുള്ളത് ആര് വിശ്വാസമില്ലാത്തത് ആര് എന്നതാണ് ടാസ്ക്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റോസ് കിട്ടിയത് ശ്യാമിനായിരുന്നു. 3 റോസ് കിട്ടി. അതായത് 3 പേർക്ക് ശ്യാമിന് വിശ്വാസമുണ്ട്. ഷിബിനെയും ഷാമോനുമാണ് ഏറ്റവും കൂടുതൽ കത്തി ബാഡ്ജ് കിട്ടിയത്. കത്തി ബാഡ്ജ് അത് 3 വെച്ചിട്ടാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ 3 പേർക്ക് അവരെ വിശ്വാസമില്ല, അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് വർത്തി അല്ല എന്ന ലെവലിൽ അവരെ അങ്ങ് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാസ്ക്, ഈ ടാസ്കുമായിട്ട് കറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ് രണ്ടാമത്തത്. അതായത് വിശ്വാസമുള്ളത് ആര് വിശ്വാസമില്ലാത്തത് ആരെന്നതായിരുന്നു ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക്, ഈ ഫ്ലോറിൽ 4 റൗണ്ട്സ് ഉണ്ടാവും, സർക്കിൾസ് ഉണ്ടാവും. അതിൽ ഒന്ന് യെല്ലോ ആണ്, ഒന്ന് റെഡ് ആണ്, ഒന്ന് ഗ്രീൻ ആണ്, ഒന്ന് ബ്ലൂ ആണ്. കണ്ടസ്റ്റൻസിന് എല്ലാവരും നിരത്തി നിർത്തുന്നു, ഇവർക്ക് ബ്ലൈൻഡ് ഫോൾഡ്സ് കെട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ പുറകിൽ ഇതേ കളറിലുള്ള ബാഡ്ജ് ധരിക്കുന്നു, ഓരോ ബാഡ്ജ് വെച്ചിട്ട്. ഓക്കെ, ഇവരുടെ കോളറിൻ്റെ ബാക്കിൽ ബാഡ്ജ് വെച്ച് കൊടുക്കും. ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് ബാഡ്ജ് പിൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ബസർ അടിക്കുമ്പോൾ ഇവർ തിരിഞ്ഞു നിന്നിട്ട് ഇവരുടെ പുറകിലുള്ള കളർ ഏതാണെന്ന് ബാക്കി കണ്ടസ്റ്റൻസിനോട് ചോദിക്കണം. അവിടെയാണ് ഈ ഗെയിമിൻ്റെ ഒരു ചതി ഇരിക്കുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് കളർ മാറ്റി പറയാം, ശരിയായിട്ടും പറഞ്ഞു കൊടുക്കും. ബാക്കി കണ്ടസ്റ്റൻസ് പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് ഏത് കളറാണോ ഉറപ്പായിട്ട് തോന്നുന്നത് ആ കളറിൻ്റെ റൗണ്ടിൽ വന്ന് ഇവർക്ക് നിൽക്കാം. ശരിയായ കളറാണെങ്കിൽ ഇവർ സേവ് ആവും. ഇപ്പോൾ റെഡ് ബാഡ്ജുള്ള ആൾ റെഡിൽ തന്നെ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ ആൾ സേവ് ആവും. അടുത്തത് ബ്ലൂ ബാഡ്ജുള്ള ആൾ യെല്ലോയിൽ പോയി നിൽക്കുകയാണെങ്കിൽ അയാൾ ഔട്ട് ആവും. ഇതാണ് ആ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പരസ്പരം വിശ്വസിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആരെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ഞാനും ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാകേഷ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ബാക്കിൽ യെല്ലോ കാർഡാണ്, യെല്ലോ ബാഡ്ജാണ്. ഞാൻ ഈ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ് എൻ്റെ പുറകിൽ ഏത് ബാഡ്ജാന്ന് ചോദിക്കുന്നു. അപ്പോൾ രാകേഷ് പറയുന്നു നിൻ്റെ പുറകിൽ റെഡ് ബാഡ്ജാണ്. ഞാൻ രാകേഷിനെ വിശ്വസിക്കുകയാണ്. ബാക്കി എല്ലാവരും പറയുന്നു എൻ്റെ പുറകിൽ യെല്ലോ ബാഡ്ജാണെന്ന് പറയുന്നു. ആക്ച്വലി യെല്ലോ ബാഡ്ജാണ്. പക്ഷേ രാകേഷ് എന്നെ ചതിക്കാൻ വേണ്ടി, ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചതിക്കാൻ വേണ്ടി റെഡ് എന്ന് പറയുവാണെങ്കിൽ ഞാൻ രാകേഷിനെ വിശ്വസിച്ച് റെഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഔട്ട് ആവും. രാകേഷിനെ വിശ്വസിക്കാതെ ബാക്കി ഇത്രയും പേരെ വിശ്വസിച്ച് യെല്ലോയിൽ പോയി നിന്നാൽ ഞാൻ സേഫ് ആവും. അപ്പോൾ ഈ വിശ്വാസമാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ പൂജയും രാകേഷും പുറത്താവുന്നു. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിൽ ആരും പുറത്താവുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത, ആരും പുറത്തായില്ലെങ്കിൽ ഇവർ ടോസിലും ആരെയാണ് പുറത്താക്കേണ്ടതെന്ന്. അങ്ങനെ പുറത്തായത് എൽദോ പുറത്തായി. എല്ലാവരും കറക്റ്റായിട്ട് വന്ന് നിൽക്കുമ്പോൾ ടോസ് ചെയ്യും. അങ്ങനെ എൽദോ പുറത്തായി. മൂന്നാമത് ഷിബിനെയും ടാഷിയും ഷിജിനും പുറത്തായി. ഇതിനകത്ത് ഗെയിം നശിപ്പിച്ചത് ശരിക്കും ഷിജുലാലും ഷാമോനും കൂടിയാണ്. അവർ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അങ്ങ് അറ്റം വരെയും 2 പേര് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. വേറെ ആരോടും ചോദിക്കില്ല. ഷിജുലാൽ ഷാമോനോട് ചോദിക്കും, ഷാമോൻ ഷിജുലാലിനോട് ചോദിക്കും. ഇവർ 2 പേരും കറക്റ്റായിട്ട്, ഇപ്പം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ പറഞ്ഞു കൊടുക്കും, റെഡ് ആണെങ്കിൽ റെഡ് പറഞ്ഞു കൊടുക്കും. അവർ കറക്റ്റ് ആ റൗണ്ടിൽ പോയി തന്നെ നിൽക്കും. അവർ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ ഗെയിം എവിടെയാണ് പൊളിഞ്ഞത്? അവസാനവും, അതായത് എല്ലാവരെയും പുറത്താക്കിയിട്ട് ഇവർ മാത്രം വന്നപ്പോഴും ഇവർ ഇതേ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്തു. നമുക്ക് അതിലേക്ക് വരാം. 4ാമത്തെ റൗണ്ടിൽ അഫ്യാനാസ് പുറത്താവുന്നു. 5ാമത്തെ റൗണ്ടിൽ ടോസ് ചെയ്യേണ്ടി വന്നു. കാരണം എല്ലാവരും ഒരേപോലെ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് ടോസ് ചെയ്യേണ്ടി വന്നു. ലൊലീറ്റ പുറത്താവുന്നു. 6ാമത്തെ റൗണ്ടിൽ ഷ്യാം പുറത്താവുന്നു. 7ാമത്തെ റൗണ്ടിൽ സോന പുറത്താവുന്നു. പിന്നെയാണ് ഷിജുലാലും ഷാമോനും മാത്രമാവുന്നത്. ആ സമയത്തും ഇവർ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ യെല്ലോ പറയുന്നു, ഒരാൾ റെഡ് പറയുന്നു. രണ്ടുപേരും റെഡിലും യെല്ലോയിലും വന്നിക്കുന്നു, രണ്ടുപേരും സേഫ് ആവുന്നു. അപ്പോൾ രഞ്ജിനി പറഞ്ഞു വീണ്ടും റൗണ്ട് പോട്ടെ, കാരണം ഇത് മാറുന്നില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ ആരെ പൊട്ടരാക്കുന്നതാണ്? ഗെയിമാണ്. അപ്പം രണ്ടുപേരും ഒരുമിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. അത് നടക്കുന്ന കാര്യമല്ല, ബിഗ് ബോസ് ആണ്. അപ്പോൾ രണ്ടുപേർക്ക് ഒരുമിച്ച് ഹൗസിനകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ശരിക്കും അഖിലിനും റിയാസിനും രഞ്ജനിക്കും നല്ലതായിട്ട് ദേഷ്യം വന്നു പോകും ആർക്കാണെങ്കിലും. കാര്യം ഒരാളെങ്കിലും അത് മാറ്റി പറഞ്ഞാൽ ഗെയിം അവസാനിപ്പിക്കാനുള്ളതാണ്. ഇവരതല്ല ചെയ്തത്. ഇവർ രണ്ടുപേരും ഒരേപോലെ പറഞ്ഞിരിക്കുക. 3 റൗണ്ട് പോയി. 3 റൗണ്ടിൽ ഇവർക്കത് മനസ്സിലായിട്ടില്ല. ഇവരെന്താ വിചാരിച്ചത്? ഇനി ഞാനത് മാറ്റി വിശ്വാസമില്ലാത്ത പോലെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവർ തിരിച്ചു ചോദിക്കില്ലേ? രണ്ടുപേരും ട്രസ്റ്റ് വർത്തിയായിട്ട് പറഞ്ഞത്, ഇപ്പം ഇവർ അങ്ങോട്ട് പരസ്പരം പറഞ്ഞതാണ്. ഷിജുലാലിനെ ഷാമോനെയും ഷാമോന് ഷിജുലാലിനെയും ട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്ന് ചോദിക്കില്ലേ? അതാണ് ഗെയിം. ശരിക്കും സ്ട്രാറ്റജി അങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഷിജുലാൽ ചോദിക്കേണ്ടത് രണ്ടുപേരും ജയിച്ചിട്ടുണ്ടാവില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഗെയിം മനസ്സിലാവാതെ കളിച്ചതാണോ. പിന്നെ അതുപോലെ തന്നെ ഷാമോൻ്റെ ഇന്നത്തെ പെർഫോമൻസ് ഭയങ്കര അരോചകമായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. ജഡ്ജസിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, പക്ഷേ അത് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, തല്ലാൻ നിൽക്കുന്ന പോലെ ഒരു തരം. അത് എനിക്കൊന്ന് ഇന്നലത്തെ ആ ഒരു പെൻഡന്റ് കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരമാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു അഹങ്കാരം ഇന്ന് ഷാമോൻ്റെ എൻറ്റയർ എപ്പിസോഡിൽ ഫീൽ ചെയ്തു. ഷാമോൻ്റെ സംസാരത്തിൽ അത് കോൺഫിഡൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കാണിക്കേണ്ടത് നൈസായിട്ട് നിന്ന് അകത്ത് കയറുക എന്നുള്ളതാണ്. അത് സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ഉടായ്പ് കാണിക്കാം, എന്ത് കാണിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാം, എന്ത് കാണിച്ചിട്ടാണെങ്കിലും അകത്ത് കയറുക. അകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കി ഗെയിം കളിക്കുന്നത് അവരോട് ഇഷ്ടമാണ്. പക്ഷേ അകത്ത് കയറിയിട്ടില്ല. അതായത് ബിഗ് ബോസ് ഹൗസിൻ്റെ പടിക്കൽ നിൽക്കുന്നേ ഉള്ളൂ. അകത്ത് കയറണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് കയറണം. അപ്പം ഇവിടെ അഹങ്കാരം കാണിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ജഡ്ജസിൻ്റെ പ്രീതി പിടിച്ച് പറ്റിയാലേ പറ്റുള്ളൂ, ഇവിടെ ഓഡിയൻസിൻ്റെ പ്രീതി പിടിച്ച് പറ്റിയാലേ പറ്റുള്ളൂ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ പ്രീതി പോലും പിടിച്ച് പറ്റേണ്ടി വരും. എങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇന്ന് അഖിൽ മലയാർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടാനുള്ള ഇൻ്റർവ്യൂ ആണത്. അവിടെ ഞങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട്, ഞങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞാണ് അഖിൽമാർ എഴുന്നേറ്റ് പോയത്. രഞ്ജന ആദ്യം എഴുന്നേറ്റ് പോയി. ഇതുപോലുള്ള വേസ്റ്റ് കണ്ടസ്റ്റൻസിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇത്രയും പേരും ഹൗസിനകത്ത് കയറുകയാണെങ്കിൽ വേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത്രമാത്രം അവർ പ്രൊവോക്ഡായി. ആര് കാരണം? ഷാമോനും ഷിജുലാലും കാരണം. ഈ രണ്ട് വ്യക്തികൾ, ഞാൻ വിചാരിച്ചു, ഇപ്പം രഞ്ജനി ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളങ്ങനെ ടീമായിട്ട് കളിച്ചു, ഞങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് രഞ്ജനിയും റിയാസും പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അവസാനം വരെ പോകാൻ വേണ്ടി ടീമായിട്ട് കളിച്ചു. പക്ഷെ അവസാനം രണ്ടുപേര് മാത്രമേ എത്തിയല്ലോ. ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്. രണ്ടുപേര് മാത്രം എത്തിയതിന് ശേഷവും പിന്നെയും ടീം പ്ലേ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇത് ആക്ച്വലി ഇൻഡിവിജ്വൽ പ്ലേ ആണ്, ഇൻഡിവിജ്വൽ ഗെയിമാണ്. നിങ്ങൾക്ക് ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അത് എല്ലാവരും ഫെയർ ആയിട്ട് കളിച്ചു വന്നപ്പോൾ ഇവർ രണ്ടുപേരും മാത്രം അത് അൺഫെയർ ആയിട്ട് കളിച്ചു. തുടക്കത്തിലൊരു ഫെയർനെസ് തോന്നി, കാരണം അവർ അവസാനം വരെ എത്താൻ വേണ്ടി ടീമായിട്ട് കളിച്ചു, രണ്ടുപേരും വിശ്വാസം കാത്ത് സൂക്ഷിച്ചു അവിടെ വരെ എത്തി. എന്നാൽ അവസാനമെങ്കിലും അത് മാറ്റിയിട്ട് കളർ മാറ്റി പറഞ്ഞു കൊടുത്ത് ഒരാൾ ഔട്ടാക്കാമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അത് ചെയ്തില്ല. അവിടെ ഫ്രണ്ട്ഷിപ്പ് കളിക്കാൻ വേണ്ടിയാണോ ബിഗ് ബോസ് പോകുന്നത്? ഞാനത് വിശ്വസിക്കുന്നില്ല. ഇൻഡിവിജ്വൽ ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു ഹൗസിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു മൊമെൻറ്റിൽ അവനെ ചതിച്ചേ പറ്റുള്ളൂ. അതാണ് ഷോ. ആ ഗെയിമിനെ ഗെയിമായിട്ട് കാണുകയാണെങ്കിൽ അതാണ് ഗെയിം, അതാണ് ഷോ. ചതിക്കേണ്ടത് ചതിച്ചേ പറ്റുള്ളൂ. സെൽഫിഷ് ആവേണ്ടത് സെൽഫിഷ് ആയേ പറ്റും. കഴിഞ്ഞ ദിവസം താഷി പറയണ്ടായിരുന്നു, ഞാൻ സെൽഫിഷാണ്, ഈ ഗെയിമിൽ ജയിക്കാൻ വേണ്ടി ഞാൻ സെൽഫിഷ് ആവാറുണ്ട്, ലൈഫിലായില്ലെങ്കിലും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ചില മൊമെൻറ്റിൽ സെൽഫിഷ് ആവേണ്ടടുത്ത് സെൽഫിഷ് ആവുക തന്നെ വേണം, ചതിക്കേണ്ടടുത്ത് ചതിക്കുക തന്നെ വേണം. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും കൊന്നു കളഞ്ഞാൽ ഞങ്ങൾ ഒറ്റ കൊടുക്കില്ല. അവർക്ക് ദേഷ്യം വന്നു, ജഡ്ജസിന് ദേഷ്യം വന്നു. 3 പേര് എഴുന്നേറ്റ് പോയി. അവസാനം എന്താ ചെയ്യാൻ പറ്റുക? ജഡ്ജസ് ഇല്ല, എലിമിനേഷൻ ഇല്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ റനീഷ വന്നിട്ട് ഷോ എൻഡ് ചെയ്തു, വൈൻഡപ്പ് ചെയ്തു. വേറെ ഒന്നും സംസാരിക്കാനില്ല അവർക്ക്. പിന്നെ കാണിച്ചത് നാളത്തെ ടുമാറോ ഹൈലൈറ്റ്സ് ആണ്. നാളെ കാണിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ആദ്യമേ തന്നെ ഈ ഒരു വിഷയം സംസാരിച്ചാണ് തുടങ്ങുന്നത്. വേറൊന്നും അതിനകത്ത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ പ്രമോ വരുമ്പോൾ പറയാൻ പറ്റും എന്താണ് സംഭവിക്കാമെന്ന്. പക്ഷേ പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയേണ്ടി വരും. കാരണം പ്രമോയിൽ കണ്ടതുപോലെ ആയിരുന്നില്ല എപ്പിസോഡിൽ കണ്ടത്. പ്രമോയിൽ കണ്ട പലതും എനിക്കൊന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഡയലോഗൊക്കെ മാറി പല ഏരിയയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ തോന്നി. അപ്പോൾ ഇങ്ങനെ പോയൊരു എപ്പിസോഡാണ്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം, ടോട്ടലി പറയുവാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് ഇവർ, കാരണം ഇന്നലത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എപ്പോഴാണ് ഇവർ എഴുന്നേറ്റ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് എഴുന്നേറ്റ് പോകുന്നത്, എന്ത് ഇഷ്യൂ നടക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇന്നലെ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുവാണെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്ന ആ ഒരു ടുമാറോ പോർഷൻ കാണിക്കുമല്ലോ, ആ പോർഷൻ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നാളെ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വച്ച് കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു എപ്പിസോഡാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ആദ്യത്തെ ടാസ്ക് ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും. ആദ്യത്തെ ടാസ്കിനകത്ത് ഷിബിനെയും രാകേഷും തമ്മിൽ
സംസാരം ഉണ്ടായി. അതുപോലെ തന്നെ ലൊലീറ്റയും സോനയും തമ്മിൽ സംസാരം ഉണ്ടായി. ലൊലീറ്റ ഷട്ടാപ്പ് എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് കുട്ടി അത്രയൊക്കെ ഷൗട്ട് ചെയ്ത് കാണുന്നത്. ഇനി ഹൗസിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ കിടക്കുന്നത് ദൈവത്തിനറിയാം. അത് പറഞ്ഞത് കാര്യമായിട്ടാണ്. കാരണം വെച്ചാൽ പോടിയെന്നൊക്കെ വിളിക്കുക, നീ പോടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു അത് സോനയുടെ നാവിൽ നിന്ന്. അപ്പോൾ ആരും മോശക്കാരൊന്നും അല്ല. ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ പൂജയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സോനയായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കെന്തോ അറിയില്ല, ഈ ഒരു ആളെ കാണുമ്പോൾ, ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഒരു നെഗ്ഗടിക്കാറുണ്ട്. അവരുടെ രീതികൾ കാണുമ്പോൾ, അവരുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ ഒരു നെഗ്ഗടിക്കാറുണ്ട്. അങ്ങനെ പോയൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ പറഞ്ഞ പോലെ ജഡ്ജസ് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആയ എപ്പിസോഡ്. മാരാരുടെയൊക്കെ ദേഷ്യം കാണണമായിരുന്നു. അത് അഭിനയമല്ലെങ്കിൽ ഇറ്റ്സ് നൈസ് എന്ന് പറയാം. അപ്പോൾ ഇന്നറിയാം എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത്. ആരൊക്കെയാണ് ഇന്നെങ്കിലും എലിമിനേഷൻ വയ്ക്കുമെന്ന് അറിയത്തില്ല. കാരണം 12 പേരെയും കൊണ്ട് അങ്ങോട്ട് വരെ പോകാൻ പറ്റില്ലല്ലോ. അതിന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ 12 പേരെയും കൊണ്ട് ഇവർ ഹൗസിനകത്ത് കയറുമെന്ന് അറിയത്തില്ല. എന്നിട്ട് 6 പേര് അവിടെ വെച്ച് എവിക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഓഡിയൻസിന് മനസ്സിലാവില്ല ഈ 6 പേരാണ് അകത്തേക്ക് പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആർക്കും അറിയില്ല, കൺഫ്യൂസ്ഡ് ആണ് ആരൊക്കെയാണ് അകത്തേക്ക് പോകുന്നത് എന്നുള്ളത്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തീ പാറട്ടെ, ഇന്നത്തെ പോലുള്ള തീയെങ്കിലും വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് കുറച്ച് തീയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തീയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് തീയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഗ്നിപരീക്ഷയുടെ തുടക്കം വേണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയാം. ഈ അഗ്നി മെല്ലെ ജ്വലിച്ച് തുടങ്ങുന്ന ഒരു എപ്പിസോഡായിട്ട് എനിക്കിന്ന് തോന്നി. ഫസ്റ്റ് എപ്പിസോഡായിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡാണ് തോന്നിയത്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പിസോഡ് കാണുക. അഗ്നിപരീക്ഷ കാണാതെ ബിഗ് ബോസ് കണ്ടിട്ട് കാര്യമുണ്ടാവില്ല എന്ന് അവർ പറയാനുള്ള റീസൺ, ഈ കോമണേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ സമയമെടുക്കും. ഈ ദിവസങ്ങൾക്കുള്ളിൽ കോമണേഴ്സിൽ ആരൊക്കെയാണ് അകത്തേക്ക് പോകാൻ യോഗ്യർ എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോഴേ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ആരൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഐഡിയ ഉണ്ട്. പ്രഡിക്റ്റ് ചെയ്യുന്നത് ആരൊക്കെ പോകും, വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഡിക്റ്റ് ചെയ്യുന്നതൊക്കെ ലിസ്റ്റുകൾ കാണാറുണ്ട്. അതൊക്കെ എത്രമാത്രം ഓക്കെ ആകുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും കുറച്ച് പേരുടെയൊക്കെ കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.